ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ഒരു പുതിയ ടോപ്പിക്കാണ്. കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതായത് നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, അതുപോലെ കേരള ബാങ്ക്, പിന്നെ ഇപ്പോൾ വരാൻ പോകുന്ന കെയർ ഓഫ് ഹെഡ് അക്കൗണ്ടൻറ്റ്, അങ്ങനെ ധാരാളം എക്സാമുകൾക്ക് ഉണ്ടായിരുന്ന ടോപ്പിക് തന്നെയാണ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്ക്. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ് നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിനെ കുറിച്ച് കുറച്ച് ഫാക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോർപ്പറേറ്റ് ഗവേണൻസ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവന്നതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ PSC ടോപ്പിക് എടുത്ത് നോക്കുമ്പോൾ, PSCയുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതായത് BCom ബേസ്ഡ് PSCയുടെ കേരള യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക് ആണ് റെഫർ ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വരാറുള്ളത്. നമ്മുടെ JCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കേരള യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്തവർക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നല്ല നിലവാരത്തിലുള്ള മാർക്കുകൾ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അത് കൺസിഡർ ചെയ്ത് പഠിക്കാറില്ല. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ കേരള PSC എക്സാമുകളെ നമ്മൾ സമീപിക്കുമ്പോൾ വ്യക്തമായ കുറച്ചുകൂടി ആഴത്തിലുള്ള പഠനം ആവശ്യമായി വന്നു. കാരണം മറ്റത് നമുക്ക് ഒബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വരുന്നത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു, അല്ലെങ്കിൽ തെറ്റേത്, ശരിയേത്, തെറ്റല്ലാത്തതേത്, അങ്ങനത്തെ ധാരാളം ചോദ്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പോയിൻറ്റുകൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കഴിഞ്ഞ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞ ഭാഗവും അതിൻ്റെ ജസ്റ്റ് ഫീച്ചേഴ്സും മാത്രം നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കുറച്ച് വേഗത്തിൽ കേൾക്കണം എന്നുള്ള ഇത്തിരി ഫാസ്റ്റായിട്ട് വീഡിയോസ് കാണാം. സമയക്കുറവുള്ളവർക്ക് ഇത്തിരി ഫാസ്റ്റിൽ ഇട്ടിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത്തിരി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. സമയമുള്ളവർ മാത്രം സ്ലോയിൽ കണ്ടാൽ മതി. ഓക്കെ. കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്താണ്? അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. മാനേജ്മെൻറ്റ് എന്തായിരിക്കും? നമ്മൾ കുറേ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും വെച്ച് ടാസ്കുകളെല്ലാം മാനേജ് ചെയ്യുന്നു. ബിസിനസ്സിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതായത് മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റഡ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി ത്രൂ അതർ പീപ്പിൾ ടു അച്ചീവ് എ ഗോൾ. മറ്റാളുകളെ കൊണ്ട് ഗോൾ അച്ചീവ് ചെയ്യിപ്പിക്കാനാണ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. ഓക്കെ. എങ്ങനെ? എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി എല്ലാ ആക്ടിവിറ്റീസും ഗെറ്റിംഗ് കംപ്ലീറ്റഡ് ആക്കുക, അതാണ് മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ അത് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് മീൻസ് ദ പ്രോസസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ ദ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്. ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിൽ ഈ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്സും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. കാരണം കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 ക്യാരക്ടേഴ്സാണ് പ്രധാനമായിട്ടുള്ളത്. ഒരു കോമ്പിനേഷനാണ്. കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് ഈസ് എ പർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് 2 ഓർഗനൈസേഷണൽ എൻറ്റിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ബിസിനസ് എൻ്റർപ്രൈസാണ്, പിന്നെ ഒന്ന് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. അവിടെ ബിസിനസ്സും നടക്കുന്നുണ്ട്, പക്ഷേ സോഷ്യൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ കൂടിച്ചേർന്നാണ് അവർ രൂപവൽക്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കൺസെപ്റ്റും അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. അതായത് ബിസിനസ് എൻ്റർപ്രൈസ് ആണ്, കൂടെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. അപ്പോൾ അത് രണ്ടും ഓർത്ത് വയ്ക്കണം. പിന്നെ എന്തൊക്കെയാണ് ഈ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് ജസ്റ്റ് നോക്കാം. ഓപ്പറേഷണൽ എഫിഷ്യൻസി വേണം കൊണ്ടുവരാൻ. പിന്നെ അതുപോലെ ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് സർവീസസ്, മോഡേണൈസേഷൻ ഓഫ് ഓപ്പറേഷൻസ്, മാനേജിങ് കോമ്പറ്റീഷൻ, അങ്ങനെ ധാരാളം ഫാക്റ്റിലൂടെയാണ് അത് കടന്നു പോകുന്നത്. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, സൗണ്ട് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, മാനേജിങ് ചേഞ്ചസ്, അഡ്രസ്സിങ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. അതുപോലെ തന്നെ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷനാണ് JS മില്ലിൻ്റെ കൊട്ടേഷൻ കേട്ടോ. കോപ്പറേഷൻ ഈസ് എ നോബ്ലസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് JS മില്ലിൻ്റെ കൊട്ടേഷനാണ്. കോപ്പറേഷൻ ഈസ് എ നോബ്ലസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞത് ആരാണ്? JS മില്ലാണ് കേട്ടോ. കോപ്പറേഷൻ ഈസ് എ നോബ്ലസ്റ്റ് ഐഡിയ. പിന്നെ അടുത്തൊരു കൊട്ടേഷനാണ് പോൾ ലംബാർട്ടിൻ്റെ. കോപ്പറേഷൻ
ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ നോട്ട് എഗെയിൻസ്റ്റ് അതേഴ്സ് ബട്ട് വിത്ത് അതേഴ്സ്. എന്താണ് പോൾ ലംബാർട്ടിൻ്റെ? കോപ്പറേഷൻ ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ നോട്ട് എഗെയിൻസ്റ്റ് അതേഴ്സ് ബട്ട് വിത്ത് അതേഴ്സ്. അതാണ് പോൾ ലംബാർട്ടിൻ്റെ പ്രശസ്തമായ ഒരു സഹകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്യം. അപ്പോൾ കോമ്പറ്റീഷനെ കുറിച്ചും കോൺഫ്ലിക്റ്റിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. അത് സോഷ്യൽ പ്രോസസ്സ്, അതായത് കോപ്പറേഷൻ ഒരു സോഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമാണെന്ന് വരുന്നതിലാണ് കൂടുതലും ആ ഫാക്റ്റുകൾ വരുന്നത്. അത് നമ്മുടെ JCAക്ക് അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂൾ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോൾ അതിൻ്റെ, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി സിലബസിൻ്റെ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് എന്ത്? കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് ഒരു ബിസിനസ് എൻ്റർപ്രൈസുമാണ്, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. അപ്പോൾ ആരെല്ലാമാണ്? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. മെമ്പേഴ്സ് കൂടി ചേർന്നിട്ടാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് രൂപീകരിക്കുന്നത്. ഈ മെമ്പേഴ്സിൽ നിന്നും പിന്നെ ആരെ ഉണ്ടാക്കുന്നു? ജനറൽ ബോഡി, അല്ലെങ്കിൽ ഒരു അസംബ്ലി പോലെ ജനറൽ ബോഡി കൂടുന്നു, ജനറൽ ബോഡിയാക്കി മാറ്റുന്നു. ഈ ജനറൽ ബോഡിയിൽ നിന്നും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ലീഡ് ചെയ്യാൻ വേണ്ടി ഒരു സെക്രട്ടറി, MD, GM എന്ന് ഏതെങ്കിലും ഒരു വിളിപ്പേരുള്ള ആളെ തിരഞ്ഞെടുക്കുന്നു. അതാണ് മാനേജ്മെൻറ്റ്. പിന്നെ അത് കഴിഞ്ഞ് മാനേജ്മെൻറ്റ്, അവരാണ് മാനേജ്മെൻറ്റ് നടത്തുന്നത് അല്ലേ. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് ഇതിൽ. അതാണ് കോപ്പറേറ്റീവ് എൻ്റർപ്രൈസിൻ്റെ ഘടന എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുന്നത് കേട്ടോ. ഈ കോപ്പറേറ്റീവ്സിന് ഒരു ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് സ്ട്രക്ചറാണുള്ളത്. ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് സ്ട്രക്ചറിലൂന്നിയാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു ജനറൽ ബോഡി ഉണ്ട്. ജനറൽ ബോഡി ഓണർ മെമ്പേഴ്സാണ് ജനറൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരാണ്? ജനറൽ ബോഡി ഓണേഴ്സാണ് ഇവിടെ. ഓണേഴ്സാണ് ജനറൽ ബോഡി, അതായത് മെമ്പേഴ്സ് തന്നെയാണ് ഇവിടെ ഓണേഴ്സായിട്ടുള്ളത്. എലക്റ്റഡ് ബോർഡ്സ് ആൻഡ് കമ്മിറ്റി, അത് കഴിഞ്ഞ് അവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന എലക്റ്റഡ് ആൾക്കാരാണ് കമ്മിറ്റി എന്ന് പറയുന്നത്. കമ്മിറ്റി അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അവരിൽ നിന്നും എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ, യൂഷ്വലി എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് മാനേജേഴ്സായി കൺസിഡർ ചെയ്യുന്നത്. അത് സെക്രട്ടറി ആവാം, MD ആവാം, GM ആവാം കേട്ടോ. അത് ഓരോ പദവിയിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. അവർ യൂഷ്വലി എംപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് സൊസൈറ്റിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ വരുന്ന ഫണ്ടുകളുടെ ഉപയോഗമാണെങ്കിലും മാൽ പ്രാക്ടീസസ് ഒക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ കൺട്രോളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ആശയം മുന്നോട്ട് വരുന്നത് തന്നെ അതുകൊണ്ടാണ്. അപ്പോൾ ഈ കോപ്പറേറ്റീവ്സിൽ നമ്മുടെ ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പണ്ടേ എക്സ്പ്രസ് ചെയ്ത കാര്യമാണ് കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് എന്നുള്ള സംഭവം. പക്ഷെ അതെന്തായാലും സക്സീഡ് ചെയ്യും അല്ലേ. അത് സക്സീഡ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് പ്രൊഫഷണലൈസ്ഡ് മാനേജ്മെൻറ്റ് വന്നാൽ മാത്രമേ അതിനൊരു പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ഈ പഴയ എന്താ പറയുക ശാസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ചു പോയി കഴിഞ്ഞാൽ അതിന് വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല എന്നും പ്രൊഫഷണലൈസ്ഡായ മാനേജ്മെൻറ്റ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്താൽ മാത്രമേ കോർപ്പറേഷൻ ഒരു ഗതി ഉണ്ടാവുള്ളൂ എന്നും പണ്ട് തൊട്ടേ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോപ്പറേറ്റീവ് മേഖലയിലേക്ക് ഒരു മാറ്റം എന്നുള്ള തരത്തിലാണ് എന്ത് കൊണ്ടുവരുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞ ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണ്. ഈ പ്രൊഫഷണലൈസ്ഡ് മാനേജ്മെൻറ്റിന് വേണ്ടി അതിലൂടെ മാനേജ്മെൻറ്റിലൂടെ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് നടപ്പിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വെച്ച് നോക്കാം. അപ്പോൾ കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കമ്പനിയാണ് അല്ലേ. കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയാണ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഗവേണൻസ് അല്ലേ. ഒരു കമ്പനീനെ ഡയറക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള റൂൾസ് ആൻഡ് പ്രാക്ടീസസും പ്രോസസ്സും എല്ലാം കൂടി ചേർന്ന ഒരു സിസ്റ്റത്തിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ദ സിസ്റ്റം ഓഫ് റൂൾസ്, പ്രാക്ടീസസ് ആൻഡ് പ്രോസസ്സസ് ബൈ വിച്ച് എ ഫേം ഈസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. അതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മുടെ CSEBയിൽ ഇടയ്ക്കെപ്പോഴോ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല.
പക്ഷേ എന്നോട് അങ്ങനെ വരാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അതും കൂടി നമുക്ക് ഉൾപ്പെടുത്താം. എന്തായാലും നമ്മൾ ഒരു വഴിക്ക് പോവുകയാണ്, അപ്പം നമുക്ക് അതും കൂടി ഒന്ന് കേട്ടിട്ട് പോവാം. അത്രയേ ഉള്ളൂ. ആശയം ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. അറിയാത്തതുകൊണ്ട് നമുക്ക് അതൊന്നും ഒരു 1/2 മാർക്കോ 1 മാർക്കോ, PSC ആണെങ്കിൽ നമുക്ക് 1 മാർക്ക്, CSEB ആണെങ്കിൽ 1/2 മാർക്ക് നഷ്ടപ്പെടണ്ട. അപ്പോൾ എന്തായാലും വ്യക്തമായി പഠിക്കുക. അല്ല, ഇത് കാണുന്ന കുട്ടികൾ BCom കോർപ്പറേഷൻകാരാണെങ്കിൽ അവർക്ക് 3 മാർക്കിൻ്റെ എസ്സേസും 5 മാർക്കിൻ്റെ എസ്സേസും 2 മാർക്കിൻ്റെ ടോപ്പിക്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ആർക്കാണോ വെച്ചാൽ ആ രീതിയിൽ, അത് കാണുന്നവനനുസരിച്ചിട്ടാണ് അവർ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് ഉള്ളത് അവരുടെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ അവരുടെ രീതിക്കാണ് അവരിത് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ ഏത് എക്സാമിനാണോ ട്രൈ ചെയ്യണത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വെച്ചാൽ? അതൊരു കമ്പനീനെ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ദ സിസ്റ്റം ഓഫ് റൂൾസ്, പ്രാക്ടീസ് ആൻഡ് പ്രോസസ് ബൈ വിച്ച് എ ഫേം ഈസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഒരു കമ്പനീനെ ഡയറക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉള്ള റൂൾസ് ആൻഡ് പ്രാക്ടീസസ് ആൻഡ് പ്രോസസ്സിനെ എല്ലാം കൂടി ചേർന്ന സിസ്റ്റത്തിനെയാണ് എന്ത് പറയണത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയണത്. അത് കഴിഞ്ഞാൽ ഇത് എസെൻഷ്യലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ്സ് എസെൻഷ്യൽ for balancing the interest of company stakeholders such as shareholders, senior management, executives, customers, suppliers, financiers, government and the society. ഇവരുടെ എല്ലാം ഇൻട്രസ്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇത് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. കമ്പനീസിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ. കോർപ്പറേറ്റ് ഗവേണൻസ് നമ്മൾ കമ്പനിയുടെ വ്യൂവിലാണ് നോക്കി കാണുന്നത്. അപ്പോൾ സച്ച് ആസ് ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ സീനിയർ മാനേജ്മെൻറ്റ്, എക്സിക്യൂട്ടീവ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഇവരുടെ എല്ലാം ഇൻട്രസ്റ്റ്, ഗവൺമെൻറ്, സൊസൈറ്റി, ഇവരുടെ എല്ലാം ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ആശയം, അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്തു കൊള്ളണം എന്ന് പറഞ്ഞിട്ട് അനുശാസിക്കുന്നത്. ഓക്കെ. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ദ ഫ്രെയിം വർക്ക് ഫോർ അറ്റൈനിങ് എ കമ്പനീസ് ഒബ്ജക്റ്റീവ്. ഇത് വെച്ച് പ്രവർത്തിക്കുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? അറ്റൈനിങ് എ കമ്പനീസ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്കാണെന്ന് പറയുന്നുണ്ട്. കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് ദ പ്രൈമറി ഫാക്ടർ ഓഫ് ഇൻഫ്ലുവൻസിങ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാന ഘടകം എന്താണ്? കമ്പനീസിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ജസ്റ്റ് നോക്കിയിട്ട് പോകാം. സിസ്റ്റമാറ്റിക് ആണ്, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണ്, മാനേജ്മെൻ്റ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്, പവർ ആൻഡ് ഇൻഫ്ലുവൻസ് ഉണ്ട്, കാരണം ഇത് ഡെലിഗേറ്റ് ചെയ്യപ്പെടും, പവറും ഇൻഫ്ലുവൻസും എല്ലാം ഡെലിഗേറ്റ് ചെയ്യപ്പെടും. ട്രാൻസ്പെറൻസി വേണം, വളരെ സുതാര്യമായിരിക്കണം കാര്യങ്ങൾ, എല്ലാവർക്കും എല്ലാം സുതാര്യമായി മനസ്സിലാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കേണ്ടത് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ. പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഒരിക്കലും സീക്രട്ടായിട്ടൊന്നും പാടില്ല, എല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അക്കൗണ്ടബിലിറ്റി വേണം സമൂഹത്തിനോടും, അതുപോലെ തന്നെ അവരുടെ സൊസൈറ്റിയോട് മാത്രം പോരാ. ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ കമ്പനിയോടും സൊസൈറ്റിയോടും ഒരുപോലെ തന്നെ അക്കൗണ്ടബിൾ ആയിരിക്കണം. ബേസ്ഡ് ഓൺ സം എത്തിക്സ്, എത്തിക്കലായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഒരുപാട് ഫണ്ടുകൾ വരുന്നുണ്ട് അല്ലേ, അപ്പോൾ അത് ചീറ്റിങ് പാടില്ല. ഫണ്ടുകൾ വരുമ്പം തിരിമറിയും കാര്യങ്ങളൊന്നും പാടില്ല. മാനേജ്മെൻറ്റ് ഈസ് അക്കൗണ്ടബിൾ ടു കമ്പനീസ് ഡയറക്ടേഴ്സ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എപ്പോഴും മാനേജ്മെൻറ്റ് അക്കൗണ്ടബിൾ ആണ് എന്ത്? കമ്പനീസ് ഡയറക്ടറിനോടും സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് നിർബന്ധമായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീസ് ഉണ്ട്. പുതിയ കമ്പനീസിലൊക്കെ നിർബന്ധമായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് വേണം, അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. ചില ഏരിയയിലുള്ള കമ്പനികൾക്ക് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ജസ്റ്റ് ഇത് മാത്രമാണ് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് നമ്മൾ കോർപ്പറേറ്റീവ് ഫീൽഡിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കോർപ്പറേറ്റീവ് ഫീൽഡിൽ കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യകതയും ഇത് തന്നെയാണ്. സുതാര്യത വേണം, ജനങ്ങളുടെ പൈസയാണ്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയ സംഭവമാണ്. അപ്പോൾ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വന്നു, അവിടെ ഒരു വൺ മാൻ ഷോ പോലെ ഒരാൾ തീരുമാനം എടുക്കണു. അപ്പോൾ അത് പാടില്ല, എല്ലാം വളരെ സുതാര്യമായിരിക്കണം. പിന്നെ അയാൾ സൊസൈറ്റിയോടും ആ മെമ്പേഴ്സിനോടും അക്കൗണ്ടബിൾ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഇതിൽ കൊണ്ടുവരുന്നു. അതാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.
അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ഗവേണിംഗ് കോർപ്പറേഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് മോറൽ വാല്യൂസ്, ബിസിനസ് എത്തിക്സ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഇതൊന്നും ചോർന്നു പോവാതെ വേണം. ബിസിനസ് തുടങ്ങിയതിൻ്റെ അവസ്ഥ ബിസിനസ് തുടങ്ങിയതിന് ഒരു എന്തുണ്ടായിരിക്കും, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും അല്ലേ? ആ ലക്ഷ്യം നേടണം. പക്ഷെ അത് നേടുക എന്നുള്ളത് മാത്രമാണോ ആത്യന്തിക ലക്ഷ്യം? അല്ല. ആത്യന്തികമായി അത് ഒരു സൈഡിലെ ലക്ഷ്യമാണെങ്കിലും മോറൽ വാല്യൂസ് ഒന്നും ത്യജിക്കാൻ പാടില്ല. കൂടാതെ ബിസിനസ്സിൻ്റെ എത്തിക്സ് പരമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പാടൂ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബാങ്കിങ് കമ്പനീസിൽ പറഞ്ഞിട്ടുണ്ട് CSR, കോർപ്പറേറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. CSR ഇത്രയാണ്, CSR ഇത്ര ഉയർത്തി. അപ്പോൾ അത് ചില കമ്പനീസിലൊക്കെ ഉണ്ട്. CSR നടപ്പിലാക്കണം നിർബന്ധമുള്ള കമ്പനീസ് ഉണ്ട്. RBI അങ്ങനെ റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ, കോർപ്പറേറ്റ് സോഷ്യൽ. അപ്പോൾ ഇതേപോലെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനികളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കോർപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് നോക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സ്ട്രാറ്റജിക് റീപൊസിഷനിങ് ഓഫ് കോർപ്പറേറ്റീവ് ടു സർവൈവ് ഇൻ ഗ്ലോബലൈസേഷൻ. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ സമയത്ത് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിടിച്ചു നിൽക്കാനും അവർക്ക് സർവൈവ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല പ്രൊഫഷണലൈസേഷനും മാനേജ്മെൻറ്റും ഒക്കെ കാഴ്ചവെക്കാനും വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസ് അവരിലും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട് പറഞ്ഞത് പില്ലേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് ധാരാളം തിയറീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുറച്ചധികം തിയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്കൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊരു എന്താണ് സംഭവം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി പോകുന്നു. അപ്പോൾ ഇത് നമുക്ക് എസ്സേ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയിൻറ്റ്സ് മാത്രമാണ് പെറുക്കി പോണത് കേട്ടോ. ഓക്കെ, പില്ലേഴ്സ് ഓഫ് ഗവേണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് പില്ലേഴ്സ് ഓഫ് ഗവേണൻസ്? 4 കീ കോമ്പണൻസ് ഓഫ് ഗവേണൻസ് ഉണ്ട്. ഒന്ന് അക്കൗണ്ടബിലിറ്റി ആണ് കേട്ടോ. അക്കൗണ്ടബിലിറ്റി എന്താണ്? ഉത്തരവാദിത്തം വേണം അല്ലേ? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു കോൾ ഒഫീഷ്യൽസ് ടു അക്കൗണ്ട് ഫോർ ദെയർ ആക്ഷൻസ്. ഇറ്റ് ഇൻവോൾവ്സ് ആൻസറബിലിറ്റി ആൻഡ് കോൺസിക്വൻസസ്. അതായത് ഈ എല്ലാ ആക്ഷൻസിനും, ഏത് ആക്ഷൻസിനും അക്കൗണ്ടബിൾ ആയിരിക്കണം ഒഫീഷ്യൽസ് എപ്പോഴും. ആൻസറബിലിറ്റി ഉണ്ടായിരിക്കണം. ഏത് കോൺസിക്വൻസസ് വന്നാലും ഒരു ആൻസറബിലിറ്റി ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി എൻറ്റൈൽസ് ലോ കോസ്റ്റ് ആക്സസ് ടു റെലവൻറ്റ് ഇൻഫർമേഷൻ. റിലയബിൾ ആൻഡ് ടൈംലി എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് എ മസ്റ്റ് ഫോർ ദ പബ്ലിക് ടു ഇവാലുവേറ്റ് ഇറ്റ്സ് പെർഫോമൻസ്. ട്രാൻസ്പെറൻസി വേണം. ലോ കോസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. റെലവൻറ്റ് ഇൻഫർമേഷൻസ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, സുതാര്യമായിരിക്കണം. കാരണം ഒരാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അത് കിട്ടണം അല്ലേ, ലോ കോസ്റ്റായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ അയാൾക്കത് ലഭ്യമാകുന്നെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് തോന്നുള്ളൂ, ഇതിൻ്റെ പെർഫോമൻസിനോട് പബ്ലിക്കിന് ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രധാനമാണ്. പിന്നെ പ്രധാനമായിട്ട് ഈ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പനികളിൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അത് തന്നെയാണ് നമ്മുടെ കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിലും ഉള്ളത്. അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇവിടെ എന്തില്ല, അക്കൗണ്ടബിൾ ആണ് എല്ലാവരും. ഇവിടെ ട്രാൻസ്പെറൻസി ഉണ്ട്. അതുപോലെ Predictability results primarily from laws and regulations that are clear, known in advance and uniformly and effectively enforced. Lack of predictability make it difficult for public officials to plan for the provision of services. Predictability വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പിന്നെ പാർട്ടിസിപ്പേഷൻ മസ്റ്റാണ്. പാർട്ടിസിപ്പേഷൻ ഈസ് നീഡഡ് ടു ഒബ്റ്റെയിൻ reliable information and to serve as a reality check and watchdog for government action. Empirical evidence suggests that a strong civil society plays a critical role in advancing good governance എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പില്ലേഴ്സ് ഓഫ് ഈ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ പില്ലേഴ്സ് ഓഫ് അതിൽ കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ടത് ഏത് അല്ലെങ്കിൽ ബന്ധപ്പെടാത്തത് ഏത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ട്രാൻസ്പെറൻസി ഉണ്ട്, പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട്, പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇത്രയാണ് എന്തു പറയണത്, പില്ലേഴ്സ് ഓഫ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വൃത്തിക്ക് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രോബ്ലംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ
ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കോപ്പറേഷൻ ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ നോട്ട് അഗെയിൻസ്റ്റ് അതേഴ്സ് ബട്ട് വിത്ത് അതേഴ്സ്. അത് പറഞ്ഞത് ആരാണ്? പോൾ ലംബാർട്ടാണ് കേട്ടോ. അപ്പോൾ ആ ജസ്റ്റ് കൊട്ടേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. കൊട്ടേഷൻസ് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചോദിച്ചു കാണാറുണ്ടല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. പില്ലേഴ്സ് ഓഫ് ഗവേണൻസ് ഏതൊക്കെയാണ്? അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, പ്രെഡിക്റ്റബിലിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ. ATPP ആണ്. അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, പ്രെഡിക്റ്റബിലിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇതാണ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചെറിയൊരു ടോപ്പിക്ക് വരുന്നത്. പിന്നെ ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ മൊഡ്യൂളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടി പഠിക്കാനുണ്ട് കേട്ടോ. ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. ഡാഷ് എൻറ്റൈൽസ് ലോ കോസ്റ്റ് ആക്സസ് ടു റെലവൻറ്റ് ഇൻഫോർമേഷൻ. എന്തായിരിക്കും? ഡാഷ് എൻറ്റൈൽസ് ലോ കോസ്റ്റ് ആക്സസ് ടു റെലവൻറ്റ് ഇൻഫോർമേഷൻ. ഓപ്ഷൻസ് പറയുന്നത് എ അക്കൗണ്ടബിലിറ്റി, ബി ഡിസ്ക്ലോഷർ, സി ട്രാൻസ്പെറൻസി. അപ്പോൾ ട്രാൻസ്പെറൻസി ആണ് കേട്ടോ. ട്രാൻസ്പെറൻസി എൻറ്റൈൽസ് ലോ കോസ്റ്റ് ആക്സസ് ടു റെലവൻറ്റ് ഇൻഫോർമേഷൻസ്. ഓക്കെ. പിന്നെ ഡാഷ് ഹാവ് ബീൻ ആപ്റ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് പുവർ പീപ്പിൾസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. പാവങ്ങളുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നറിയപ്പെടുന്നത് ആരാണ്? കോപ്പറേറ്റീവ്സ് ആണോ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണോ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണോ? അത് എളുപ്പമാണ് അല്ലേ? കോപ്പറേറ്റീവ്സ് ആണ്. കോപ്പറേറ്റീവ്സ് ഹാവ് ബീൻ ആപ്റ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് പുവർ പീപ്പിൾസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. പിന്നെ കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡാഷ്. കോമ്പിനേഷൻ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബിസിനസ് എൻ്റർപ്രൈസും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടി ചേർന്നതാണ് കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഓണർ ആൻഡ് മാനേജർ ആർ. വൺ ആണോ, ഡിഫറെൻ്റ് ആണോ, സെയിം ഇൻ സർട്ടൻ കേസസ് ആണോ? വൺ ആണ് അല്ലേ? കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിലെ ഓണറും മാനേജരും ഒന്ന് തന്നെയാണ്. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ കോപ്പറേറ്റീവ്സ് ആർ. ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? സെക്രട്ടറി, MD ഓർ GM, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്. ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് എപ്പോഴും സെക്രട്ടറി, MD ഓർ GM ആയിരിക്കും. ഇൻ എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ദ മാനേജ്മെൻറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത്. മാനേജ്മെൻറ്റ് വെസ്റ്റഡ് വിത്ത് ആരിലാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണോ, ജനറൽ മാനേജർ ആണോ, സെക്രട്ടറി ആണോ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ് മാനേജ്മെൻറ്റ് വെസ്റ്റ് ചെയ്തത് കേട്ടോ. ഇൻ എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ. മാനേജ്മെൻറ്റ് ഏത് തരത്തിലുള്ള മാനേജ്മെൻറ്റാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിലുള്ളത്? പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ഓഫ് പെയ്ഡ് മാനേജ്മെൻറ്റ്. ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ഓൾ സൊസൈറ്റീസ് ഹാവ് ദയർ ഓൺ ഡാഷ്. ഓൾ സൊസൈറ്റീസ് ഹാവ് ദയർ ഓൺ അപ്പെക്സ് ഫെഡറേഷൻസ്, കൺട്രോളിംഗ് ബോഡി, ഗവൺമെൻറ്. അപ്പോൾ ഓൾ സൊസൈറ്റീസ് ഹാവ് ദയർ ഓൺ അപ്പെക്സ് ഫെഡറേഷൻ എന്നതാണ് ഉത്തരമായി വരുന്നത്. പിന്നെ വൺ മാൻ വൺ വോട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ്. ഒലിഗോപ്പൊളിയാണോ, മൊണോപ്പൊളിയാണോ, ഡെമോക്രസിയാണോ? അപ്പോൾ ഡെമോക്രസിയാണ് എന്ത്? വൺ മാൻ വൺ വോട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, പ്രെഡിക്റ്റബിലിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ ആർ. എന്താണ് അത്? ഓപ്ഷൻ എ 4 പില്ലേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഉത്തരം. ഇത് എല്ലാം എന്താണ്? 4 പില്ലേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് എന്ന് പറയുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റുമായി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.